people, so glad you are here on Amalamitham. Welcome to my channel. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടുള്ള എഗ് ബീജു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. അതിനുവേണ്ടി തന്നെ 4 എഗ്ഗ് പ്രഷർ കുക്കറിൽ വെച്ച് 2 വിസിൽ അടുപ്പിച്ച് ഞാൻ എടുക്കുന്നുണ്ട്. പ്രഷർ കുക്കറിൽ തന്നെ വെക്കണമെന്നില്ല, അല്ലാണ്ട് പാത്രത്തിൽ തന്നെ വെച്ച് ബോയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കടായിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം ചോപ്പ് ചെയ്തൊരു ഓണിയൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓണിയൻ നല്ലതുപോലെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയിട്ടാണ് ഇനി നമുക്ക് കോരി മാറ്റാം. അതേ എണ്ണയിലേക്ക് തന്നെ ചെറുതായി അരിഞ്ഞെടുത്ത 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഓണിയനും ഗാർലിക്കും ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്ന് ഇച്ചിരി ഓയിൽ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ദെൻ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മാറ്റി വെക്കാം. ചെറിയൊരു നെല്ലിക്ക സൈസിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട്. കുറച്ച് വാട്ടറും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. പുളി ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് പുളിവെള്ളം മാത്രം നമുക്ക് എടുക്കാം. ഇനി ഈ പുളിവെള്ളം നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങയുടെ നീര് മാത്രം ഒരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഈ ബൗൾ നമുക്ക് മാറ്റി വെക്കാം. ബോയിൽ ചെയ്ത എഗ്ഗ് എടുക്കാം. ഇനി ഈ എഗ്ഗിനെ നമുക്കിനി കട്ട് ചെയ്ത് കൊടുക്കാം. എഗ്ഗിനെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. ദെൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ഓണിയനിനെ എഗ്ഗിനുള്ളിൽ ആക്കി കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുത്ത് ഗാർലിക്കും കൂടി ഫ്രൈ ചെയ്ത വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. ഇനി നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ച ബൗളില്ലേ, അതിൽ നിന്ന് 1 ടീസ്പൂൺ പുളിവെള്ളം ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ്റെയും ഗാർലിക്കിൻ്റെയും മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യുക. ദെൻ 1 ടീസ്പൂൺ നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. ഓയിലും ചില്ലി ഫ്ലേക്സും മിക്സ് ചെയ്തത് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ദെൻ ഫൈനലി ചെറുതായി ചോപ്പ് ചെയ്ത് കൊറിയാണ്ടർ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇനി ബാക്കിയുള്ള എഗ്ഗും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ എഗ്ഗും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് ബീജു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. കൂടെ ഒരു കട്ടൻ ചായയും ആയാലോ, അതും ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ എഗ്ഗിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് നല്ല പുളിയും എരിവും ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. അടിപൊളി ടേസ്റ്റ്. മസ്റ്റ് റെസിപ്പിയാണ്. Make it once, for sure you will like it. I hope this video is useful. If so, please like, share and subscribe for more easy recipes. Thank you.